ഹലോ ഗൈസ്, ഞാൻ കുടജാദ്രി മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് അങ്ങോട്ടും കൂടെ കയറണം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു ജീപ്പ് യാത്രയും ഒക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ട് വരിക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള യാത്ര കാണാം. അപ്പം വെൽക്കം ടു ARJ വേൾഡ്. കുടജാദ്രിയിൽ നിന്നും അഭിരാം ജയചന്ദ്രൻ. ഹലോ ഹായ് ഗായ്സ്, നമുക്കൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാം. ആദ്യമേ നമുക്ക് മൂകാംബിക അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ജീപ്പ് സ്റ്റാൻഡിലേക്കാണ് ആദ്യം നമുക്ക് പോകേണ്ടത്. അവിടെ നിന്നാണ് ജീപ്പ് എടുത്തിട്ട് നമുക്ക് കുടജാദ്രിയിലേക്ക് പോകേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ജീപ്പൊക്കെ കിട്ടുന്നത് കേട്ടോ. ഒരാൾക്ക് 400 രൂപ പ്ലസ് ആ ഒരു എൻട്രി ഫീസ്, കുടജാദ്രിയിലേക്കുള്ള എൻട്രി ഫീസായിട്ടുള്ള 70 രൂപയും കൂടിയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കൂട്ടമായിട്ട് വരികയാണെങ്കിൽ ഒരൊറ്റ ജീപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് 8 പേരാണ് ഒരു ജീപ്പിൽ വേണ്ടത്. അപ്പം 400 എന്ന രീതിക്ക് നമുക്ക് ജീപ്പ് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ജീപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. 8 പേര്, കൂടെയുള്ള കുറച്ച് തമിഴ് ചേട്ടന്മാരും പിന്നെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. അത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 7 മണി കഴിയുന്ന സമയത്താണ് നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങിയത്. ഞാനിങ്ങനെ എൻ്റെ അപ്പുറത്തൊരു ചേട്ടനിരിപ്പുണ്ട്. ഞാനിങ്ങനെ ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഓഫ് റോഡൊക്കെ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ ആയി തീരുമെന്ന് ഒരു പിടിയും ഇല്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എന്തായാലും 7 മണിക്കാണ് നമ്മളിവിടുന്ന് യാത്ര തുടങ്ങിയത്. ഒരു 9:30 ആകുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ബേസ് പോയിന്റിൽ നമുക്ക് നടന്നു കയറേണ്ട ആ ഒരു സ്ഥലത്ത് എത്തുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുടജാദ്രിയിലെ ട്രക്കിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാവിലെ ആയതുകൊണ്ട് തന്നെ, രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ പൊടിയൊന്നും ഉണ്ടാകില്ലെന്ന് കരുതുന്നു. എന്തായാലും ട്രക്കിങ്ങിൻ്റെ ഏറ്റവും എക്സ്ട്രീം വെർഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയോ കാട്ടുവഴിയിലൂടെയാണ് നമ്മളിപ്പം ഈ ഒരു ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ ശിവമോഗ ഡിസ്ട്രിക്റ്റിലാണ് കുടജാദ്രി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ശിവമോഗയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കുടജാദ്രി. അപ്പോൾ എന്തായാലും മൂകാംബിക യാത്രയിലെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുടജാദ്രിയിലേക്കുള്ള ആ ഒരു ജീപ്പ് യാത്രയും ഓഫ് റോഡ് യാത്രയും അതാണൊക്കെ ട്രക്കിങ്ങും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനു മുമ്പ് മൂകാംബികയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും കുടജാദ്രിയിലേക്ക് പോയിട്ടില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ രാവിലെ ആ ഒരു കുടജാദ്രിയിലെ അറ്റ്മോസ്ഫിയർ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. രാവിലെ ആയാലും വൈകിട്ടായാലും അതിൻ്റേതായിട്ടുള്ള ഒരു വൈബ് നമുക്ക് കുടജാദ്രിയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രൈവറായിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ജീപ്പിൽ മാത്രമാണ് കുടജാദ്രിയിലേക്കുള്ള ആ ഒരു ട്രക്കിങ്ങിൻ്റെ ആ ഒരു ബേസ് പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടുത്തെ ജീപ്പിനൊക്കെ ഒരു ഫിക്സഡ് റേറ്റാണ്, 400 രൂപ പെർ പേഴ്സൺ. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജീപ്പ് എടുത്ത് മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. പോകുന്ന വഴിക്ക് തന്നെ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ കോടയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുടജാദ്രിയിൽ കോട കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് കണക്കൊന്നും അല്ല. ഇനി അങ്ങോട്ട് ആ ഒരു ചെക്ക് പോസ്റ്റിനപ്പുറം അതൊരു വേറൊരു എന്താ പറയുന്ന ഒരു വേറൊരു റേഞ്ചാണ്. നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഇപ്പോൾ ചെറിയൊരു ഒരു പട്ടണം എന്നൊക്കെ പറയാം. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ചെറിയൊരു പട്ടണം എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ വന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുള്ളവർക്കൊക്കെ ഇവിടെ ഇറങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ചെറിയ രീതിയിൽ സൗകര്യമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് വേണ്ടവർക്ക് കഴിക്കാം. എന്തായാലും ഞാനിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. കാരണം അങ്ങോട്ടത്തേക്ക് നമ്മൾ ജീപ്പ് യാത്രയും അതായത് ഓഫ് റോഡും ട്രക്കിങ്ങൊക്കെ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. കഴിച്ചാൽ ചിലപ്പോൾ അത് മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയാലോ എന്ന് ചിന്തിച്ചിട്ട് ഞാനൊന്നും കഴിക്കുന്നില്ല. നമ്മുടെ ഡ്രൈവറേട്ടൻ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഒക്കെ പൊക്കി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഒരുപാട് പൊടിയൊക്കെ അടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കണം ഗ്ലാസ്സിൽ അടിച്ചാൽ ഒന്നും കാണാൻ സാധിക്കത്തില്ല. സോ ഇനി അങ്ങോട്ടത്തേക്കുള്ള ജീപ്പ് യാത്ര ഒരു 1.5 യാത്രയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ യാത്ര തുടങ്ങി. ഇനി നമുക്ക് നേരെ ഇനിയിപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റിലായിരിക്കും നിർത്താനായിട്ട് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊക്കി വെച്ചതുകൊണ്ട് കാറ്റ് ഡയറക്റ്റ് മുഖത്ത് തന്നെ അടിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട ഒരുപാട് പേര് അങ്ങോട്ടത്തേക്കുള്ള ജീപ്പ് ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുടജാദ്രിയിൽ കയറാനായിട്ട് ഒരുപാട് ആളുകൾ ഒപ്പം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കോടയും നല്ല തണുത്ത കാറ്റാണ് വണ്ടി പോകുമ്പോഴത്തേക്ക് മുഖത്തേക്ക് അടിക്കുന്നത്. ഇനി അങ്ങോട്ടത്തേക്ക് പോകുമ്പോഴത്തേക്ക് പൊടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും നമുക്ക് മുന്നോട്ടത്തേക്ക് പോകാം. നമ്മളിപ്പോൾ വനത്തിനുള്ളിലൂടെ ഉള്ള ഒരു റോഡിൽ കൂടെയാണ് ആ ഒരു ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോകുന്നത്. ആ ചെക്ക് പോസ്റ്റ് വരെയേ ഉള്ളൂ ഈ ഒരു റോഡ്. അത് കഴിഞ്ഞാൽ മൊത്തം ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓഫ് റോഡ്. എന്തായാലും രാവിലെ ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ലൊരു എന്താ പറയുന്ന ആ ഒരു മോർണിംഗ് വൈബ് കിട്ടുന്നുണ്ട്.
ദാ ഈ കാണുന്ന സ്ഥലം വരെ വേണമെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിളിൽ വരാം. ഇവിടെ നിന്ന് ജീപ്പ് പിടിച്ചിട്ട് മുകളിലേക്ക് ചെക്ക് പോസ്റ്റും കടന്ന് പോകാവുന്നതാണ്. ഇവിടം വരെ മാത്രമാണ് നമ്മുടെ വണ്ടിയിൽ വരാനായിട്ട് നമുക്ക് അനുവാദമുള്ളത്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നൊരു ജീപ്പ് എടുത്തിട്ട് കുടജാദ്രി മുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. എന്തായാലും ചെക്ക് പോസ്റ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ റോഡ് ചെന്ന് കയറുന്നത് ആ ഒരു ചെക്ക് പോസ്റ്റിലേക്കാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഒരാൾക്ക് 70 രൂപ വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ഒരു എന്താ പറയുന്നത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ കൊടുക്കണം. നമുക്ക് തിരിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു പൈസ നമുക്ക് തിരിച്ച് കിട്ടും. അതായത് ഒരു ബോട്ടിലിന് 50 രൂപ എങ്ങാണ്ടാണ്. അതേപോലെ തന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേക ഫീസുണ്ട്. ഞാനിപ്പോൾ ഒരു ക്യാമറ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബേസിക് ഫീസായിട്ട്, അതായത് കിറ്റ് ലെൻസ് മാത്രമാണെങ്കിൽ 300 രൂപ വരെയാണ് ഈടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റിലെത്തി. അപ്പോൾ എന്തായാലും ഒരാൾക്ക് ഒരു എൻട്രി ഫീസായിട്ട് 70 രൂപയും പ്ലസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാമറ ഉണ്ട്. സോ അതിൻ്റെ ഒരു ബേസിക് ലെൻസ് ആയതുകൊണ്ട് 300 റുപ്പീസുമാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇറങ്ങി ക്യാമറയുടെ ഫീസ് അടയ്ക്കുന്നുണ്ട്. റിട്ടേൺ പെർമിഷൻ ഇല്ലാതെ കുടജാദ്രിയിൽ സ്റ്റേ ചെയ്യുന്നത് പ്രൊഹിബിറ്റഡ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓൺ വെഹിക്കിളിൽ പോകാനായിട്ട് സാധിക്കത്തില്ല. ലേറ്റ് ഫീസും ഉണ്ട് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ചെക്ക് പോസ്റ്റ്. നമുക്ക് ഇവിടെ നിന്ന് ഇനി നമുക്ക് മുകളിലേക്ക് കുടജാദ്രിയിലേക്ക് പോകാം. അതായത് ഇനി അങ്ങോട്ട് പക്ക ഓഫ് റോഡാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുടജാദ്രിയിലേക്കുള്ള ആ ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് കുടജാദ്രിയിലേക്ക് പോകുന്നത്. അപ്പം ബാക്കി കണ്ട് തന്നെ അറിയാം. എൻ്റെ പൊന്നെ, തുടക്കം ഇങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് എങ്ങനെയാണെന്ന് കണ്ട് തന്നെ അറിയാം. നമ്മുടെ ഫ്രണ്ടിലും ഒരു ജീപ്പ് പോകുന്നുണ്ട് മുകളിലേക്ക്. ഈ ഒരു വീഡിയോയിലൂടെ എത്രത്തോളം നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് പകർത്താൻ പറ്റും അത്രത്തോളം നല്ലതുപോലെ പകർത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് കുടജാദ്രിയിലേക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റ് കടത്തി വിടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്കാണ്. അപ്പം രാവിലെ 6 മണിക്ക് കയറി പോയവരായിരിക്കും ഇപ്പം തിരിച്ചിറങ്ങി പോകുന്നത്. നമ്മൾ മൂകാംബികയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും മുകളിൽ എത്തുമ്പോഴത്തേക്ക് എത്ര മണിയാകുമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. ഈ ഒരു ജീപ്പ് യാത്ര, ഈ ഒരു കുടജാദ്രി ട്രക്കിംഗ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കുറച്ച് എന്താ പറയുന്നത് ഈ ഒരു ജീപ്പ് യാത്ര എന്ന് പറയുന്നത് ആ ഒരു ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരു ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെറിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഓഫ് റോഡ് യാത്ര എന്ന് പറയുന്നത്. ഇതിലെവിടെ വഴി?
നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്കും എത്രമാത്രം അതൊരു ഓഫ് റോഡാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു മഹീന്ദ്ര ജീപ്പിലുള്ള ഈ ഒരു യാത്ര അതൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭൂരിഭാഗം ടൈമിലും ആ ഒരു ഡ്രൈവറായിട്ടെൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. ഞാൻ ആ നടുക്കിരുന്ന് നല്ലതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നാണ് മുകളിലേക്ക് പോയത്. എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധം ഞാൻ പകർത്താനും ശ്രമിച്ചിട്ടുണ്ട്. ரோடு தெரியுதா? இல்ல கூலிங் கிளாஸ் அப்பா இடம் புரியா மோசமா இருக்கு ரோடு. അങ്ങനെ നമ്മൾ കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും കോട കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടജാദ്രി മലമുകളിലേക്ക് നടന്ന് കയറുമ്പോഴത്തേക്കും ഈ ഒരു കോട ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്നാലും ഈ ഒരു യാത്രയിൽ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ നല്ല കോട മൂടി നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ പൊന്നെ, ദിവസേന 2-3 പ്രാവശ്യം ഇങ്ങോട്ടത്തേക്ക് ട്രിപ്പ് നടത്തുന്ന ഈ ഒരു ഡ്രൈവേഴ്സിനെ സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അമ്മാതിരി ഓഫ് റോഡാണ് കേട്ടോ. എത്രമാത്രം ക്യാമറയിലൂടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. അമ്മാതിരി ഓഫ് റോഡാണ് കുടജാദ്രിയിലെ ജീപ്പ് യാത്ര. അപ്പോൾ അത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത് അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആണ്. കോട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോട മൂടി നിൽക്കുന്ന കാഴ്ച. അമ്പോ വാവ്, പൊളി ഒരു 1.5 പൊളി. ശരിക്കും പറഞ്ഞാൽ കുടജാദ്രിയിലേക്കുള്ള യാത്ര നടത്തുന്ന ഓരോരുത്തരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കോടയും വേണം, അതേപോലെ തന്നെ വിസിബിലിറ്റിയും വേണം. ആ ഒരു എന്താ പറയുന്നത്, നേച്ചറിൻ്റെ ഭംഗി ആസ്വദിക്കാനും പറ്റണം, അത്യാവശ്യം കോടയും നിറഞ്ഞതായിരിക്കണം. അങ്ങനെ രണ്ടും കൂടെ ചേർന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നല്ല പൊളപ്പൻ അറ്റ്മോസ്ഫിയർ. ഇനി അങ്ങോട്ട് നടന്ന് കയറുമ്പോൾ എന്താ അവസ്ഥ എന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വീണ്ടും ഒരു കിഡിലൻ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കിഡിലൻ സ്ഥലത്തോടെ ഈ ചേട്ടൻ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ഒരൊറ്റയ്ക്കൊരു ജീപ്പൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നിന്ന് ആസ്വദിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. കിടിലൻ പ്ലേസ് കേട്ടാ, പൊളപ്പൻ. അയ്യോ കിടിലൻ. അങ്ങനെ നമ്മൾ ഒരു 1.5 ഓഫ് റോഡ് ജീപ്പ് യാത്രയ്ക്ക് ശേഷം ആ ഒരു ജീപ്പ് സ്റ്റാൻഡിലേക്ക്, കുടജാദ്രി ട്രക്കിംഗ് തുടങ്ങുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ജീപ്പ് യാത്രയായിരുന്നു. പോളോപ്പൻ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. വിളിക്കണോ? അയ്യോ പൊളിച്ച് കിടില്. അയ്യോ അങ്ങനെ നമ്മൾ കുടജാദ്രി മല കാൽനടയായിട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ കുടജാദ്രിയിലെ ജീപ്പ് സ്റ്റാൻഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ജീപ്പ് യാത്ര?
അടപ്പിളകി. ആ ചേട്ടൻ്റെ സ്റ്റിയറിങ്ങിനകത്തായിരുന്നു ഞാൻ കയറിയിരുന്നത്. ഓഹ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കിടിലനായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ വന്നില്ല എൻ്റെ ചിരി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ജീപ്പ് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബെസ്റ്റസ്റ്റ് ഓഫ് റോഡ് യാത്ര ജീപ്പ് യാത്ര കിടിലം ഓടി. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഇവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. ഇവിടെ ദർശനം നടത്തിയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. കണ്ടിട്ട് നല്ല ഫ്രഷ് വാട്ടറാണ് വരുന്നതെന്ന് തോന്നുന്നു. ഓ, അത് പൊളിച്ച് ഒരുപാടുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട് മല കയറാനായിട്ട്. ഇതിൻ്റെ മുന്നിലൊക്കെ ജീപ്പ് കിടക്കണം. കയറി തുടങ്ങുന്നതേ ഉള്ളൂ. ഒരമ്മൂമ്മ കമ്പും കുത്തി നടക്കുകയാണ് ഗൈസ്. ശരിയാണ്, നല്ലതാ. ദൈവമേ, കുഴപ്പമില്ല, എടുത്തോ, നല്ലതാ. ഇവിടെ നിന്നാണ് ശരിക്കുമുള്ള കുടജാദ്രി ട്രെക്കിങ്ങിൻ്റെ തുടക്കം. അല്ല, ഒരുപാട് പേരുണ്ട്. മലയാളി, തമിഴ്, തെലുങ്ക്, കന്നഡികൻ എല്ലാവരും ഉണ്ട്. അയ്യോ, കുഞ്ഞു ഇത്രയും ചെറിയതേ ഉള്ളൂ. ഇനിയാണ് കിടക്കണത്. CCTV ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല കാര്യം. ശരിക്കുമുള്ള കല്ലും മുള്ളും ചവിട്ടിയുള്ള യാത്ര. എൻ്റെ പൊന്നി, ഷൂ ഇട്ടുകൊണ്ട് വരുന്നതാണ് ബെറ്റർ. അമ്മമ്മ എങ്ങോട്ടാ? വടിയും കുത്തി. പിന്നെ ഓരോ കുഴിയൊക്കെ നോക്കി. ഇതാണ് ഇതിൻ്റെ ഒരു രസം. അയ്യോ, അതാണ് അമ്മമാരും കൊച്ചുകുട്ടികളും ഒക്കെ കയറിപ്പോകുന്ന മലയാണ്. പക്ഷെ അതത്ര എളുപ്പമുള്ള സാധനമല്ല. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ഇതൊക്കെ മഞ്ഞാണല്ലേ? യെസ്, ഇതൊക്കെ മഞ്ഞിൻ്റെ രാവിലെ വന്ന മഞ്ഞ്. സംസാരിക്കാൻ പറ്റുന്നു, കിതയ്ക്കുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പോൾ ഈ വഴിയെങ്കിലും വെട്ടിയിട്ടിട്ടുണ്ട്. പണ്ട് കൊടും കാടിനുള്ളിലൂടെയാണ് നമ്മുടെ ശങ്കരാചാര്യർ പോയി തപസ് ചെയ്ത്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഐതിഹ്യം. 9:20 9 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. 1.5 മണിക്കൂറെന്നാണ് ഒരു ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ്. എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ. കൊച്ചു കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരേപോലെ കയറി വരുന്ന സ്ഥലമാണ് കുടജാദ്രി. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കുടജാദ്രിയിലേക്ക് ഉള്ള ഈ ട്രക്കിംഗ്. എക്സൈറ്റഡ്, കിടിലം. ആ ഒരു ജീപ്പ് യാത്ര എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓഫ് റോഡിങ്ങും നമ്മുടെ ജീപ്പ് യാത്രയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ്സാക്കരുതാത്ത ഒരു യാത്രയാണ് കുടജാദ്രി. കിടിലം. രാവിലെ ഇവിടെ നല്ല കോടയായിരുന്നു. വരുന്ന വഴിക്കൊക്കെ ജീപ്പിനകത്തിരുന്ന് നല്ല കോട ആസ്വദിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. എനിവേ, നല്ല ഡേലൈറ്റ് ഉണ്ട്, നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അധികം ചൂടൊന്നുമില്ല, ചെറിയ തണുപ്പുണ്ട്. നല്ല നൈസ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഒരു അമ്മൂമ്മ വടിയും കുത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു കേട്ടോ. അതായത് ജീപ്പിനകത്ത് വരുന്ന മൊത്തം സ്റ്റാർട്ട് ടു എൻഡ് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിവേ, എൻ്റെ മാക്സിമം കിടിലൻ ഷോർട്സൊക്കെ ഞാൻ ഉൾപ്പെടുത്താം. നല്ല കയറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നില്ല. ഇവിടെ നല്ല കയറ്റമാണ്. തെന്നിപ്പോയാൽ തീർന്നു, താഴെ പോയി കിടക്കാം. നല്ല ഗ്രിപ്പുള്ള ഷൂ വേണം കേട്ടോ, അല്ലെങ്കിൽ തെന്നും. അമ്പോ, കിടിലൻ. കുറച്ച് കഷ്ടപ്പെട്ടാലും മോളിൽ കിട്ടുന്ന കാഴ്ച കിടിലാണ്. സ്ലോപ്പിൽ കൂടെ നടക്കാനായിട്ട് പേടിയുള്ളവർക്കാണെങ്കിൽ കുഴി കൂടെ നടക്കാം. അയ്യോ, കിടിലൻ വ്യൂ ആണ് കേട്ടോ. കിടിലൻ വ്യൂ. പൊളി. മുകളിലേക്കൊക്കെ വഴി കിടക്കുന്നുണ്ട്. എങ്ങോട്ടത്തേക്കാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് പോകാം. കൊച്ചുള്ളതിനൊക്കെ ഓടിയാണ് കയറിപ്പോണം. ഒമ്പോ, പൊളി. എൻ്റെ പൊന്നെ, താഴേക്കുള്ള ഒരു കൊക്കയെന്ന് പറയുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കൊക്കയാണ് കേട്ടോ താഴെ.
താഴേന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള കൊക്കയാണ്. അപ്പോൾ കിടിലൻ എക്സ്പീരിയൻസ്. ഈ ഒരു ഏറ്റവും അറ്റത്തൂടെ ഉള്ള ഈ ഒരു വഴി കൂടെ വേണം നമുക്ക് നടന്ന് കയറി പോകാനായിട്ട്. പക്ഷേ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പൊടി 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 നല്ല ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്, ഇല്ലെങ്കിൽ പണിയാ. ഇവിടെ താഴെ ഒരു കുഴി കൊണ്ടുപോകണമെങ്കിൽ ആ കുഴി കൂടെ നടന്നൊക്കെ വരാം കേട്ടോ. എല്ലാവരും നടന്ന് കയറി വരുന്ന വഴിയാ. കൊച്ചു മക്കളും അമ്മമാരും എല്ലാവരും കയറി വരുന്ന വഴിയാ. സോ ധൈര്യമായിട്ട് വരാം. ഓക്കെ, അതുകൊണ്ടോ അങ്ങാണ്, അതാണ് കയറിപ്പോണ്ട മല. അയ്യോ പൊളി. ഒരുപാട് കോട നിറഞ്ഞു നിൽക്കുന്നതിലും ഇങ്ങനെ ഒരു ക്ലൈമറ്റാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല നല്ല കാഴ്ചകളും കാണാം, അത്യാവശ്യത്തിന് തണുപ്പും ചെറിയ ചൂടും, താഴേക്കാണെങ്കിൽ കോടയും ആ ഒരു വനവും എല്ലാം കൂടി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കോട ഇറങ്ങി പോവാം. കൂടുവാണോ? അയ്യോ, ഈ മഴയൊക്കെ മഴക്കോളൊക്കെ ഉണ്ടെങ്കിൽ കോട കയറും. രാവിലെ നല്ല കോട ഉണ്ടായിരുന്നു, ചെറിയ മഴയും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കോടയൊക്കെ ഇറങ്ങി, മഴയൊക്കെ ക്ലിയറായി. വാ പൊടി. നല്ല തണുപ്പുണ്ടോ? നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, ചെറിയ ചൂടുമുണ്ട്. സൂര്യൻ ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ട് ആ ഒരു ചൂടുമുണ്ട്, തണുപ്പുമുണ്ട്. പൊളി പൊളി പൊളി. പൊളി, ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് ജീപ്പ് യാത്ര പ്ലസ് ട്രക്കിംഗ്? ഇനി ആരും മല മൊത്തം കയറണം? ഇതുവരെ കയറിയില്ല. പിന്നെ അല്ല, ചേട്ടൻ 1.5 മണിക്കൂറാണ് ടൈം പറഞ്ഞത്. 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് 2, ഓക്കെ, നമുക്കൊരു 2 മണിക്കൂർ കൂട്ടാം. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണം. ചേട്ടൻ പക്ഷേ ചേട്ടൻ പൊളിയാണ്. പൊളിയാണ് കേട്ടോ, പൊളിയാണ്. കാരണം ചേട്ടൻ്റെ സ്റ്റിയറിങ്ങിനകത്താണ് ഞാൻ കയറി ഇരുന്നത്. എൻ്റെ 2 കാലിൻ്റെ നടുക്കാണ് ആ ഒരു ഗിയർ ലിവർ ഇരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനൊരു സ്ഥലം ഡ്രൈവ് ചെയ്യാനായിട്ട് അത്യാവശ്യം കിടിലൻ സ്കില്ല് വേണം. പൊളി. കോട കയറി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ല തെളിഞ്ഞ ആകാശമാണ്. രാവിലെ പനിയും ജലദോഷവുമായിട്ടിരുന്ന കുഞ്ഞാണ് ഈ മല കയറുന്നത് കേട്ടോ. വടിയും കുത്തി പിടിച്ച് അമ്മമ്മ കാശിക്ക് പോകുക അല്ലേടാ, കൊടജാദ്രിക്ക് പോകുക അല്ലേ? അപ്പോൾ അത് പൊളി കേട്ടോ. ആ ഒരു പൂവുണ്ടോ നിനക്ക്? പൊളി. ഓ, അവിടെ നിന്ന് ദോ ആൾക്കാർ വരുന്നുണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ. ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഡിസംബർ ആയതുകൊണ്ട് രാവിലേക്ക് നല്ല കോടയും മഞ്ഞും ഉണ്ട് കേട്ടോ. ഡിസംബർ ജനുവരിയാണ് കൊടജാദ്രിയിലേക്കുള്ള ഏറ്റവും നല്ല കിടിലൻ ആ ഒരു സീസൺ. ഓ, വീട് നമ്മുടെ കാടിൻ്റെ നടക്കോട്ട് കയറുവാണ്. ഇവിടെ നിന്ന് വന്നിട്ട് വീട് നമ്മുടെ ഒരു കാട്ടിലേക്ക് കയറുവാണ്. പൊളി. ഓ, ഇവിടെ നല്ല തണുപ്പ് കേട്ടോ. സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പ്. അപ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലത്ത് നിന്ന് ഒരു കാട്ടിൻ്റെ നടുവിലേക്ക് ഒരു വഴി വെട്ടിയിട്ട് കിടിലൻ സ്ഥലം കേട്ടോ. ആ ഒരു സൺലൈറ്റ് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ചൂട് പോയില്ല. ചെറിയൊരു തണുപ്പും കിടിലൻ അറ്റ്മോസ്ഫിയർ. പൊളി. കയറി വന്നതിൻ്റെ കിതപ്പ് കാരണം വാക്കുകൾ എനിക്കുണ്ട്, വെട്ടി പോന്നു. എന്താ പറയുന്നത്, വാക്കുകൾ മുറിഞ്ഞു പോണ്. ഓക്കെ, വെള്ളി വീഴുന്നു. ബേഗ ഇവിടെ വന്നിട്ട് പഠിച്ച ഭാഷയാണ് ബേഗ. വേഗം പോകാൻ. മറ്റേ ബെങ്കി എന്നുള്ള പാട്ട് നീ അതിന്നുണ്ടായതാണ് ആയിരിക്കുമല്ലേ? കുടജാദ്രി വരുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്ന 2 പാട്ടുകളുണ്ട്. നമ്മുടെ മറ്റേ കുടജാദ്രിയിൽ കുടികൊള്ളും എന്നുള്ള ആ പാട്ടും, പിന്നെ കുടജാദ്രിയിൽ കുടചൂടുന്ന കുടമഞ്ഞ പോലെ ഈ പ്രണയം. ബാക്കി അറിഞ്ഞുകൂടാ, മറന്നുപോയി, വരി മറന്നുപോയി. ആ പാട്ടുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ എന്തൊക്കെയോ കന്നഡയിൽ എഴുതി വച്ചിട്ടുണ്ട്. കന്നഡ ഗൊത്തില്ല. അയ്യോ, ഗൊത്തില്ല. അങ്ങനെയൊക്കെ ആണോ എന്തോ. ഓ, ചെറിയ വഴിയല്ലേ? മതിലില്ലാതെ ഗേറ്റ് പണിത് വെച്ചേക്കണം. അല്ലടാ, ഒരു വേലി കെട്ടി വെച്ചേക്കണേ. എന്തിനാണോ എന്തോ. അവിടെ വല്ല കുഴിയോ കൊക്കയോ ഗുഹയോ മറ്റേ ഗുണാക്കയോ കണക്കോ എല്ലാം കാണും. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡേഞ്ചർ ആയിരിക്കും എന്തായാലും, അതുകൊണ്ട് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആക്കി വെച്ചേക്കുന്നത്. എൻ്റെ പൊന്നെ, കാട്ടിലയാളെ തഴുകിക്കൊണ്ട് ഞങ്ങളതാ ഡെസ്റ്റിനേഷനായ നമ്മുടെ ശങ്കരപീഠത്തിലേക്ക്, ശങ്കരാചാര്യർ തപസ്സിരുന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ആ ഒരു മണ്ഡപത്തിലേക്ക് നമ്മൾ നടന്ന് കയറുകയാണ്. അതങ്ങ് താഴെയൊക്കെ പോയിട്ട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തൂടെ വഴി കടന്നിട്ടാണ് ഞാൻ ഈ പാറ കയറി വരുന്നത്. പൊളി, കിടിലൻ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ശങ്കരപീഠം, ശങ്കരാചാര്യർ തപസ്സിരുന്ന ആ ഒരു മണ്ഡപത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയായിരുന്നു. എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു
ഗംഭീര ട്രക്കിങ്, ജീപ്പ് യാത്ര, ട്രക്കിങ് എല്ലാം കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇനി ആ ഒരു ശങ്കരപീഠത്തിൽ കയറി ഒന്ന് കുറച്ച് നേരം ഇരിക്കണം, എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, എന്നിട്ട് മടക്കി യാത്ര. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിങ്, ജീപ്പ് യാത്ര? കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, എന്നാലും എല്ലാവരും കണ്ടേ അമ്മമാരൊക്കെ കയറി വരുന്നുണ്ട്. കണ്ടില്ലേ? ജീപ്പ് യാത്രയായാലും എല്ലാവരും എക്സ്പീരിയൻസ് ആണ്, കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലെങ്കിലും വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ്. എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ഉണ്ട് ഗൈസ്. ജിയോയ്ക്ക് നല്ല റേഞ്ച്, കട്ടകളെല്ലാം ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ റേഞ്ച് ഉണ്ട്. വി ഐ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ, സംഭവം കാണിക്കുന്നില്ല. ജിയോയ്ക്ക് നല്ല റേഞ്ച് ഉണ്ട് ഇവിടെ. യെസ്, പൊളി 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 പൊളി. യെസ്, ഇവിടുന്ന് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ ഒരു വേലി കെട്ടി മറിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഗണേഷ് കേവ്, ഇതൊരു കേവ് ഉണ്ടല്ലേ, അത് കണക്ക് ഇവിടെയും ഒരു വേലി കെട്ടി മറിച്ചിട്ടുണ്ട്. പണ്ട് ഇതുവഴി നമുക്ക് പോകാമായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ മറ്റൊരു എന്താണ് പ്രാർത്ഥന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ശിവൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രാർത്ഥന അമ്പലം കണക്കൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അവിടെ ഒരു ഗുഹയ്ക്കകത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് പണ്ട് പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഡേഞ്ചർ ആയതുകൊണ്ട് അത് അടച്ചിട്ടേക്കുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ശങ്കരപീഠത്തിൻ്റെ ആ ഒരു, അതായത് ശങ്കരാചാര്യ തപസ്സിരുന്ന ആ ഒരു പീഠത്തിൻ്റെ ബാക്ക് വശം. ഇവിടെയാണ് പൊളി. അപ്പുറം ഇപ്പുറം ഒക്കെ കൊക്കയാണ് കേട്ടോ. നല്ല കോടയുണ്ട്. ഇവിടെ ഇല്ല, അവിടെ മലഞ്ചരുവിലൊക്കെ നല്ല കോട കാണുന്നുണ്ട്. എന്തായാലും ശങ്കരപീഠത്തിന് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അതാണ് മോർണിംഗ് വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം. കാരണം സൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ശരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല തണുത്ത അന്തരീക്ഷവും സമാധാനം നൽകുന്ന ഒരു പ്ലേസും. പൊളി. അപ്പോൾ ഗൈസ്, ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കുടജാദ്രി ആ ഒരു ജീപ്പ് യാത്ര, ട്രക്കിംഗ്. ഇവിടെ വന്ന് ശങ്കരാചാര്യ ഈ ഒരു തപസ്സിരുന്ന ഈ ഒരു മഠത്തിൽ വന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുള്ളത്, അത് ഈ കിടിലൻ ക്ലൈമറ്റിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളെ ഈ ഒരു വീഡിയോ കാണിക്കാൻ സാധിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആ ഒരു ജീപ്പ് ട്രക്കിംഗ് ആ ജീപ്പ് യാത്രയുടെ വീഡിയോ സ്റ്റാർട്ട് എൻ്റെ എടുത്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. അത് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിവേ, മാക്സിമം ഞാൻ ആ ഒരു വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ അവസാനിക്കുക. ഇനി കൂടുതൽ എന്തെങ്കിലും കാണാത്ത കാഴ്ചകൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മൂകാംബിക ഈ ഒരു യാത്ര അവസാനിച്ച് ഇനിയിപ്പം ഞങ്ങൾ വൈകുന്നേരം ട്രെയിനിൽ യാത്ര തിരിക്കുകയാണ്. മാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര കിടിലായിരുന്നു. മൂകാംബിക ദർശനവും ഈ ഒരു കുടജാദ്രി ദർശനവും ഉടുപ്പി ടെമ്പിളിലെ ദർശനമൊക്കെ വല്ലാത്തൊരു കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും വരിക, വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിട്ട് തീർച്ചയായിട്ടും ഇവിടെ കുടജാദ്രിയിൽ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്കും കോട പിന്നെയും കയറി വന്നു. നല്ല സണ്ണി ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചൂടിൻ്റെ ശകല ഒരു അംശം പോലും ഇല്ല. ശരിക്കും ലക്കി നോക്കി, ആ മണ്ഡപമൊക്കെ നല്ല കോട വന്ന് മൂടുന്ന ഒരു കാഴ്ച. കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കോട ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ്. സംഭവം ഫുള്ളി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മഞ്ഞ് വരും, വെയിൽ വരും, മഴ വരും. ഇങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് മൂടൽ മഞ്ഞ് മൊത്തം മൂടി പൊളി. കുറച്ച് നേരത്തെ ഇറങ്ങി പോയിരുന്നെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ലായിരുന്നു കേട്ടോ. ആ വെയിലത്ത് തന്നെ ഇറങ്ങി പോകേണ്ടി വന്നേ. ഇവിടെ ഇപ്പം നല്ല മൂടമഞ്ഞൊക്കെ ഒന്ന് കിടിലനായിട്ടുണ്ട് കേട്ടോ. ആ മടം മറിഞ്ഞ് പൊളി. നൈസ് എക്സ്പീരിയൻസ്. എല്ലാ രീതിയിലുള്ള ക്ലൈമറ്റും എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം.